ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പോൾ നമ്മൾ 2 ചാപ്റ്റർ ഇവിടെ വിശദമായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ 3ാമത്തെ ചാപ്റ്ററാണ്, ഡാറ്റ എൻട്രിയിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, സെറ്റ്. അപ്പോൾ ചാപ്റ്റർ 3 ആണ് ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. ചാപ്റ്ററിൻ്റെ പേരാണ് ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്, അതായത് വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ. അതാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എന്താണ് ഈ വേർഡ് പ്രോസസ്സിംഗ് നോക്കാം. എന്താണ് വേർഡ് പ്രോസസ്സിംഗ്? വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമാണ്. എഴുത്തുകൾ, റിപ്പോർട്ടുകൾ, ന്യൂസ്, ബ്രൗഷറുകൾ, വെബ് പേജുകൾ എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗിക്കുന്നത്. ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ച് പടങ്ങൾ, ടേബിൾസ്, ചാർട്ട് എന്നിവ ചേർക്കാനും സ്പെല്ലിംഗ്, വ്യാകരണം, അതായത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ തിരുത്താനും പരിശോധിക്കാനും കഴിയുന്നു. അതായത് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസൈൻമെൻറ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടേബിൾസ് തയ്യാറാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പോയംസ്, അങ്ങനെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ടൈപ്പിംഗ് അല്ലേ, ജസ്റ്റ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് വേർഡ്. MS വേർഡിലാണ് നമ്മളിത് ചെയ്യാം. ഓക്കെ, മൈക്രോസോഫ്റ്റ് വേർഡ്, അതിനെയാണ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ അതിൻ്റെയോടൊപ്പം തന്നെ പിക്ചർ ആഡ് ചെയ്യാം, വേണമെങ്കിൽ എന്തെങ്കിലും ടേബിൾ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ചാർട്ട്, അതൊക്കെ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആഡ് ചെയ്യാനും വേണ്ടി കഴിയും. അതിനെയാണ് നമ്മൾ വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എഴുത്തുകൾ, ബ്രൗഷറുകൾ, റിപ്പോർട്ടുകൾ, അസൈൻമെൻറ്റുകൾ, പ്രൊജക്റ്റുകൾ എന്നിവ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ, നമ്മളിങ്ങനെ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് അതിൽ വേണമെങ്കിൽ പിക്ചേഴ്സോ ടേബിൾസോ ചാർട്ടോ അതൊക്കെ ആഡ് ചെയ്യാനും വേണ്ടി കഴിയും. അതാണ് വേർഡ് പ്രോസസ്സിംഗ്. ഇനി ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ MS വേർഡ്, ഈ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, കുറേ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയ 5 എണ്ണം പഠിക്കാം. ഓക്കെ, 5 എണ്ണം പഠിക്കാം. അപ്പോൾ 1, നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഉദ്യോഗ സംബന്ധമായ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് ആണല്ലോ വേർഡ് പ്രോസസ്സിങ്, അത് ആ ഒരു പ്രോഗ്രാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചിലപ്പോൾ നല്ല നല്ല വലിയ ആൾക്കാരുകളോ അല്ലെങ്കിൽ ഓൾറെഡി നല്ല ഒഫീഷ്യൽ ലെറ്റേഴ്സ് അതിൽ കാണാം, അല്ലെങ്കിൽ നമ്മളെ CV-യിലില്ല ബയോഡാറ്റ, അത്തരത്തിലുള്ള ബയോഡാറ്റകൾ, റെസ്യൂമുകൾ, ലെറ്റേഴ്സ്, അതെല്ലാം ആരെങ്കിലും മുൻകൂട്ടി ആരെങ്കിലും തയ്യാറാക്കി വെച്ചാൽ നല്ല നല്ല സ്റ്റാൻഡേർഡ് ലെറ്റേഴ്സും സ്റ്റാൻഡേർഡ് CV ഓൾറെഡി ആരെങ്കിലും തയ്യാറാക്കി വെച്ചാൽ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ അത് ഓൾറെഡി ആരെങ്കിലും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാറ്റകൾ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്ത് നമ്മളെ രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അപ്പം നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇപ്പം ബയോഡാറ്റയിൽ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്. പണ്ടത്തെ ബയോഡാറ്റ പോലെയാണ് ഇപ്പോൾ ഉള്ളത്, അല്ല നല്ല സ്റ്റാൻഡേർഡ് ബയോഡാറ്റയിലുള്ള. അതെല്ലാം എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഓൾറെഡി ആരെങ്കിലും തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡാറ്റകൾ ഈ വേർഡിലുണ്ടാവും. അതെടുത്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് നമ്മളെ രീതിയിൽ നമ്മളെ കാര്യങ്ങളൊക്കെ വെച്ച് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗം, ഒരു പ്രത്യേകത. ഓക്കെ, നേരത്തെ ആരെങ്കിലും തയ്യാറാക്കി വെച്ച ഉദ്യോഗ സംബന്ധമായ ഡോക്യുമെൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, പിന്നെയാണ് ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരൊറ്റ പേജ് മാത്രമല്ല, നമുക്ക് എത്ര പേജ് വേണമെങ്കിലും എത്ര ഡോക്യുമെന്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അല്ലെ, ഒന്നിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ആദ്യം മുതൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പേജ് കഴിഞ്ഞാൽ നമുക്ക് എത്ര പേജ് വേണമെങ്കിലും എത്ര ഡോക്യുമെന്റ് വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് രണ്ടാമത്തെ ഒരു വേർഡ് പ്രോസസ്സിങ്ങിന്റെ പ്രത്യേകത. പിന്നെയാണ് മെയിൽ മെർജിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് കുറേയധികം കത്തുകൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ സാധിക്കും. അതായത് ഈ വേർഡ് പ്രോസസ്സിങ്ങിൽ മെയിൽ മെർജ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഞങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ മെയിൽ മെർജ് എന്നുള്ള ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ അത് വിശദമായിട്ട് അന്നേരം പറയാം. അപ്പോൾ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. മെയിൽ മെർജിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഒന്നിലധികം കത്തുകൾ ഒരുമിച്ച് അയക്കാൻ വേണ്ടി പറ്റും. അതും ഈ വേർഡ് പ്രോസസ്സിങ്ങിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപയോഗമാണ്. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കത്തയക്കണം. അപ്പോൾ അയക്കുന്ന ആളാരാണ്? ഞാൻ, അല്ലേ? അപ്പോൾ എനിക്ക് എൻ്റെ കണ്ടന്റ് എന്താണ്? നാളെ ക്ലാസ് ഉണ്ടായിരിക്കും, അതാണ് എൻ്റെ കണ്ടന്റ്. ഓക്കെ, അയക്കുന്ന ആൾ ഞാനാണ്. എൻ്റെ കണ്ടന്റ് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഷാർപ്പ് 8 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അയക്കുന്ന ആളും സെയിം ആണ്, കണ്ടന്റും സെയിം ആണ്. പക്ഷെ നിങ്ങളെല്ലാ ആൾക്കാരും അഡ്രസ്സ് സെയിം ആണോ?
അല്ല, അപ്പോൾ അഡ്രസ്സ് വ്യത്യസ്തമായ അഡ്രസ്സ് കിട്ടുന്ന ആൾക്കാർ വ്യത്യസ്തമായിരിക്കും, പക്ഷെ അയക്കുന്ന ആളും കണ്ടന്റും സെയിം ആയിരിക്കും. അത്തരത്തിലുള്ള ലെറ്റേഴ്സ് കുറേ ആളുകൾക്ക് ഒരുമിച്ച് അയക്കാനുള്ള മെത്തേഡാണ് ഈ മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ എന്തിലുണ്ട്? ഈ വേർഡ് പ്രോസസ്സിങ്ങിൽ ഉണ്ടാകും. വേർഡ് പ്രോസസ്സിംഗ് ഉപയോഗിച്ച് നമുക്ക് കുറേ അധികം കത്തുകൾ ഒരുമിച്ച് അയക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ പ്രത്യേകത. ഇനി നിങ്ങളുടെ ഡോക്യുമെന്റിനെ PDF അല്ലെങ്കിൽ XPS ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതായത് നമ്മൾ ഉണ്ടാക്കി വെച്ച ഡോക്യുമെന്റ് നമുക്ക് PDF ആക്കാൻ വേണ്ടി പറ്റും. ഓരോന്നും പേജ് ഇങ്ങനെ കാണുന്നതിന് പകരം നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഒരു PDF ആക്കാൻ പറ്റും, അല്ലെങ്കിൽ XPS ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. ഓക്കെ, നമ്മുടെ ഡോക്യുമെന്റ് PDF അല്ലെങ്കിൽ XPS ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അതും വേർഡ് പ്രോസസ്സിങ്ങിന് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. പിന്നെ ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ഫോർമാറ്റുകൾ എന്നിങ്ങനെയുള്ള പ്രത്യേകതകൾ ഉപയോഗിച്ച് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, ഗ്രാമർ മിസ്റ്റേക്കുകൾ അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചിലപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത സ്പെല്ലിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വേർഡിൽ എന്തിൻ്റെ ഓപ്ഷൻ ഉണ്ട്? ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഗ്രാമർ മിസ്റ്റേക്കോ ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല വേർഡ്, അതായത് മീനിങ് ഫുൾ വേർഡ് തന്നെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും അക്ഷരത്തെറ്റുകളോ ഗ്രാമർ മിസ്റ്റേക്കുകളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനുള്ള ഓപ്ഷനാണ് ഈ ഓട്ടോ കറക്റ്റ് അല്ലെങ്കിൽ ഓട്ടോ ഫോർമാറ്റ് എന്ന് പറഞ്ഞില്ല. ഈ ഒരു ഓപ്ഷനും ഈ വേർഡ് പ്രോസസ്സിങ്ങിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പ്രത്യേകതകൾ. എന്തൊക്കെയായിരുന്നു? നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഡോക്യുമെന്റുകൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളെ രീതിയിൽ ഡോക്യുമെന്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒന്നിൽ കൂടുതൽ ഡോക്യുമെന്റുകൾ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ മേൽമറിയുടെ സഹായത്തോടു കൂടി കുറേ അധികം ലെറ്റർ ഒരുമിച്ച് അയക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഡോക്യുമെന്റിനെ PDF അല്ലെങ്കിൽ XPS ഫോർമാറ്റിലേക്ക് മാറ്റാൻ കഴിയും. പിന്നെ ഓട്ടോ കറക്റ്റ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ്, വ്യാകരണം ഇവയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് വേർഡ് പ്രോസസ്സിങ്ങിന്റെ പ്രധാനപ്പെട്ട 5 പ്രത്യേകതകൾ. ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഇൻസേർഷൻ പോയിന്റ്. എന്താണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഇൻസേർഷൻ പോയിന്റ് അതായത് ഇതാണ് ഇൻസേർഷൻ പോയിന്റ്. ഒരു മനസ്സിലായ? അതായത് കറുത്ത കളറിൽ ലംബമായിട്ടുള്ള ബ്ലിങ്കിങ് ലൈനാണ് ഇൻസേർഷൻ പോയിന്റ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വര കാണുന്നില്ല, കറുത്ത കളറുള്ള നീളത്തിലുള്ള, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് ഇടക്കിടക്ക് ഇങ്ങനെ മിന്നിക്കൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിക്കില്ല ഇങ്ങനെ മിന്നിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു ലൈനിനെ പറയുന്ന പേരാണ് ഇൻസേർഷൻ പോയിന്റ്. കറുത്ത കളറിൽ ലംബമായിട്ട് കാണുന്ന ബ്ലിങ്കിങ് ലൈനാണ് ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഡോക്യുമെന്റിൽ ഏത് സ്ഥലത്ത് ടൈപ്പ് ചെയ്യണം എന്ന് തീരുമാനിക്കും. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ ലൈന് വലതുവശത്തേക്ക് മാറിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അപ്പ് മേലോട്ടേക്ക്, ഡൗൺ താഴോട്ടേക്ക്, ലെഫ്റ്റ്, റൈറ്റ്, അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തതിനനുസരിച്ച് ആ ബ്ലിങ്കിങ് ലൈൻ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പം മനസ്സിലായാ? ഇപ്പം തിരിയില്ല നിന്ന ഇൻസേർഷൻ പോയിന്റ്. അതായത് നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഒരു പ്രോഗ്രാം, ഒരു MS വേർഡ് നമ്മളെ ഈ ടൈപ്പ് ചെയ്യേണ്ട ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ലേ, അന്നേരം ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ലൈന് കാണുന്നില്ല, ഇങ്ങനെ പോലെ ഒരു ജസ്റ്റ് ഒരു ലൈന് കറുത്ത കളറിൽ, ആ ലൈനിനെ പറയുന്ന പേരാണിത് ഈ ഇൻസേർഷൻ പോയിന്റ്. കേട്ടോ, ഇൻസേർഷൻ പോയിന്റ് എന്ന് വെച്ചിട്ട് നിങ്ങൾ ഞെട്ടൊന്നും വേണ്ട. ആ ലൈന് പോലെ കാണുന്ന നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ മാറുന്നില്ല ഒരു ലൈന്, ആ ലൈനെയാണ് നമ്മൾ ഇൻസേർഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എവിടെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് വലത്തേവശത്തേക്കല്ലേ ടൈപ്പ് ചെയ്യുക, അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് മാറിക്കൊണ്ടേ നിൽക്കും അല്ലേ. ഇങ്ങനെ മിന്നി ഇങ്ങനെ കത്തൂലേ, കത്തുന്നല്ല ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇങ്ങനെ. അപ്പോൾ ആ ബ്ലിങ്കിങ് ലൈനാണ്, അങ്ങനെ കറുത്ത കളറിൽ ലംബമായിട്ട് കാണുന്ന ബ്ലിങ്കിങ് ലൈനാണ് ഇൻസേർഷൻ പോയിന്റ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആ ബ്ലിങ്കിങ് ലൈൻ മാറിക്കൊണ്ട് നിൽക്കും. നമ്മൾ താഴെയുള്ള ഏറോ ക്ലിക്ക് ചെയ്താൽ ആ താഴെ വരും, മേലുള്ള ഏറോ ക്ലിക്ക് ചെയ്താൽ മേലെ പോകും, വലതുവശത്തുള്ള ഏറോ ക്ലിക്ക് ചെയ്താൽ വലതുവശത്ത് പോകും, ഇടതുവശത്തുള്ള ഏറോ ക്ലിക്ക് ചെയ്താൽ ഇടതുവശത്ത് പോകും. അപ്പോൾ നമ്മൾ ഏത് വശത്തേക്കാണോ ഏത് ഏറോ ആണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് ആ ബ്ലിങ്കിങ് ലൈൻ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മനസ്സിലായില്ലേ എന്താണ് ഇൻസേർഷൻ പോയിന്റ്? അടുത്തതാണ് മൗസ് പോയിന്റർ. എന്താണ് മൗസ് പോയിന്റർ? മൗസ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പിംഗ് ഏരിയയിൽ മൗസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മൗസ് പോയിന്റർ ബീം പോലെ ആയിരിക്കും. മെനു ബാറിന്റെയോ ടൂൾ ബാറിന്റെയോ അകത്തേക്ക് പോകുമ്പോൾ മൗസ് പോയിന്റർ പോയിന്റിംഗ് ഏറോ ആയി മാറുന്നു. നിലവിലുള്ള ഒരു ടെക്സ്റ്റിലേക്ക് മൗസ് പോയിന്റർ മാറ്റിയിട്ട് മൗസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇൻസേർഷൻ പോയിന്റ് ആ സ്ഥലത്തേക്ക് മാറും. അതായത് ഇപ്പൊ നിങ്ങൾക്കൊന്നും മനസ്സിലായിക്കില്ല എന്ന് എനിക്കറിയാം, ഞാൻ വിശദമായിട്ട് പറയാം. മൗസ് പോയിന്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൗസ് ഇല്ലേ,
ഓക്കെ, കമ്പ്യൂട്ടർ മൗസ് നമ്മളൊരു സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാ കാണുക? ഇങ്ങനെ ഐ പോലെ കാണും അല്ലേ? മൗസ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന സ്ഥലത്തൊക്കെ ക്ലിക്ക് ചെയ്താൽ ഐ പോലെ കാണുക. ഇനി അതേ മൗസ് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, ഏതെങ്കിലും മെനു ക്ലിക്ക് ചെയ്യണം, അതിൽ ഏതെങ്കിലും നമ്മൾ ഈ ഒരു ഓപ്ഷൻസ് എന്തെങ്കിലും ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്തായിട്ട് മാറും? ഈ ഐ പോലുള്ളത് ഏറോ ആയിട്ട് മാറും അല്ലേ? മൗസ് ഇങ്ങനെ മാറുമ്പോൾ ഒരു ഏറോ മാറുന്നില്ലേ? മൗസ് ഇങ്ങനെ മാറുമ്പോൾ ഒരു സാധനം മാറുന്നില്ല. അതിനെയാണ് എന്ത് പറയുന്നത്? മൗസ് പോയിന്റർ എന്ന് പറയുന്നത്. മൗസ് ഉപയോഗിച്ച് മൗസ് ചലിക്കുമ്പോൾ ഒരു ഏറോ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം മാറുന്ന കാണുന്നില്ല. അതിനെ പറയുന്ന പേരാണ് മൗസ് പോയിന്റർ. നമ്മളിങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോൾ മൗസ് പോയിന്റർ ഏറോ ആയിട്ട് മാറും. ഇനി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഏറോ എന്തായിട്ട് മാറും? ഇങ്ങനെ ഒരു ഐ പോലെ കാണാൻ വേണ്ടി പറ്റും. ഇതിനെയാണ് നമ്മൾ മൗസ് പോയിന്റർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? മൗസ് ചലിക്കുമ്പോൾ കാണുന്ന ഏറോ ഇല്ല, അതിനെയാണ് മൗസ് പോയിന്റർ എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൗസ് പോയിന്റർ നമുക്ക് ഐ ബീം പോലെ കാണാനും വേണ്ടി സാധിക്കും. ഓക്കെ ഓക്കെ ഇനി വാട്ട് ഈസ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ? എന്താണ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ? അതായത് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ എന്നാൽ എന്ത്? ഒരു ഡോക്യുമെന്റിലെ അവസാനമുള്ള സമാന്തര ലൈനാണ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ. ഇത് ചെറിയൊരു അടിവര പോലെയാണ്. അതായത് നമ്മൾ ടൈപ്പ് ചെയ്ത് മൊത്തം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ കാണാം, അതിനപ്പുറം നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അതാണ് എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ. ഡോക്യുമെന്റ് എൻഡ് കാണുന്ന ഒരു സമാന്തര ലൈന്, ആ ഒരു വരിയാണ് നമ്മൾ എൻഡ് ഓഫ് ഡോക്യുമെന്റ് മാർക്കർ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഓക്കെ ഇനി റൈറ്റ് എനി യൂസേഴ്സ് ഓഫ് റൂളേഴ്സ്. റൈറ്റ് എനി യൂസേഴ്സ് ഓഫ് റൂളേഴ്സ്. റൂളേഴ്സിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഈ റൂളർ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ടൈപ്പ് ഓഫ് സ്കെയിലാണ് അല്ലേ? ഒരു സ്കെയിലിനെയാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ടൈപ്പ് ഓഫ് സ്കെയിലിനെയാണ് നമ്മൾ റൂളർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ റൂളർ എന്ന് വെച്ചാൽ എന്താണ്? നോക്കാം. നാം ടൈപ്പ് ചെയ്യുന്നിടത്ത് നീളം വീതി കാണിക്കും. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അതിന്റെ നീളവും വീതിയും കാണിക്കുന്നത് റൂളറാണ്. അതേപോലെ തന്നെ മാർജിന്, ടാബ്, ഇൻഡന്റ് മുതലായവ ക്രമീകരിക്കാനും റൂളർ ഉപയോഗിക്കുന്നു. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ക്ലിയർ നോട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. റൂളറിന്റെ ഉപയോഗം എന്താണ്? അപ്പോൾ റൂളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം ടൈപ്പ് ചെയ്യുന്നിടത്തുള്ള നീളവും വീതിയും കാണിക്കുന്നു. അതേപോലെ തന്നെ മാർജിന്, ടാബ്, ഇൻഡന്റ് മുതലായവ ക്രമീകരിക്കാനും റൂളർ സഹായിക്കുന്നു. ഇതാണ് റൂളറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപയോഗങ്ങൾ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ പ്രിന്റിംഗ് എ ഡോക്യുമെന്റ് മൾട്ടിപ്പിൾ പേജസ് ഇൻ എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. ഓക്കെ, വാട്ട് ആർ ദി സ്റ്റെപ്സ് ഫോർ പ്രിന്റിംഗ് എ ഡോക്യുമെന്റ് മൾട്ടിപ്പിൾ പേജസ് ഇൻ എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റിൽ ഒന്നിൽ കൂടുതൽ പേജ് ഒറ്റ പേപ്പറിൽ എങ്ങനെ പ്രിന്റ് എടുക്കാൻ കഴിയും? അതായത് നമ്മൾ കുറേ പേജ് ടൈപ്പ് ചെയ്തു. ഓക്കെ, ഒരു 3-4 പേജ് ടൈപ്പ് ചെയ്തു. ആ 3 പേജ് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ, ഓക്കെ 3 പേജ് ചിലപ്പോൾ കുറച്ചായിരിക്കും ടൈപ്പ് ചെയ്ത്, ആ 2-3 പേജ് ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒറ്റ പേപ്പറിൽ വേണം പ്രിന്റ് എടുക്കാൻ. 2-3 പേപ്പറിൽ ഇങ്ങനെ പ്രിന്റ് എടുത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്ക് ആ 3-4 പേപ്പറിൽ നമ്മൾ തയ്യാറാക്കി വെച്ച ഡോക്യുമെന്റ് നമുക്ക് ഒരൊറ്റ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരൊറ്റ പേപ്പറിൽ നമുക്ക് പ്രിന്റ് എടുക്കണം. അതിനെങ്ങനെ കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻസർ ആദ്യം നമുക്ക് ഏത് ഡോക്യുമെന്റ് ആണോ നമുക്ക് അങ്ങനെ ഒരൊറ്റ ഷീറ്റിൽ പ്രിന്റ് എടുക്കേണ്ടത്, ആ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ആ ഡോക്യുമെന്റ് നിങ്ങൾ തുറക്കുക. എന്നിട്ട് ഓഫീസ് ബട്ടണിൽ നിന്നും പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആദ്യം നമുക്ക് ഏതാണോ പ്രിന്റ് എടുക്കാനുള്ളത്, ഏത് സംഗതിയാണ് നമുക്ക് ഒരൊറ്റ ഷീറ്റിൽ പ്രിന്റ് എടുക്കേണ്ടത്, ആ ഡോക്യുമെന്റ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഓഫീസ് ബട്ടൺ ഉണ്ടാവും. കമ്പ്യൂട്ടർ മോണിറ്ററിന്റെ ഡോക്യുമെന്റിന്റെ മേലെ ഓഫീസ് ബട്ടൺ ഉണ്ടാവും. ഫയൽ എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ, അതാണ് ഓഫീസ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്യുക. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിൽ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിന്റിന്റെ കാര്യങ്ങളൊക്കെ വരും. എത്ര കോപ്പി വേണം, ഏതാണ് നമ്മുടെ പ്രിന്റർ, അത് പ്രിന്ററിന്റെ പേരുമായിട്ടാണ് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര കോപ്പി വേണം, ഏതൊക്കെ പേജ് വേണം, പ്രിന്റിന്റെ സൈസ് A4 വേണോ A3 വേണോ, അത് സൈസ് സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര കോപ്പി വേണമെന്ന് സെറ്റ് ചെയ്യുക. അതിൽ ഏതൊക്കെ പേജ് വേണം, പേജ് നമ്പർ സെറ്റ് ചെയ്യാം. അതൊക്കെ നമ്മൾ കൊടുക്കുക. പ്രിന്റിന്റെ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രിന്റുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ താഴെ വരുന്നത് കാണാം. ഹൗ മെനി കോപ്പീസ്, പേജ് സൈസ്,
പിന്നെ പേജ് നമ്പർ അതൊക്കെ കൊടുക്കുക. അതിനൊക്കെ നമുക്ക് ഏതാണോ വേണ്ടത്, എത്ര കോപ്പി വേണമെന്ന് കൊടുക്കുക, പേജിന്റെ സൈസ് കൊടുക്കുക, ഏതൊക്കെ പേജ് വേണമെന്ന് കൊടുക്കുക. അതൊക്കെ കൊടുത്തതിന് ശേഷം എന്ത് കൊടുക്കുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. എത്ര പേജ് വരണം എന്നൊക്കെ കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിട്ട് വരുന്ന കാണാം, ഒരൊറ്റ പേപ്പറിൽ ഈ 3 പേജുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരൊറ്റ പേപ്പറിൽ വരുന്നതായിട്ട് കാണാം. മനസ്സിലായോ? അതോട് പറഞ്ഞുതരാം. ഏതാണോ നമുക്ക് ഒരൊറ്റ ഷീറ്റ് ഓഫ് പേപ്പറിൽ വേണ്ടത് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഓഫീസ് ബട്ടണിൽ നിന്നും പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ എത്ര പേജ് വേണം, ഏതൊക്കെ പേജ് വേണം, എത്ര കോപ്പി വേണം, പേജിന്റെ അളവ് അതൊക്കെ കൊടുക്കുക. എന്നിട്ട് ഹൗ മെനി പേജസ്, എത്ര പേജസിൽ അത് വരണം, അതിൽ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതും കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ബട്ടൺ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിന്റ് വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ സിമ്പിളായുള്ള ഒരു കാര്യം കൂടിയാണ്. ഇതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഷോർട്ട് കട്ട് കീകളാണ് അല്ലേ, അത് അധികം 1, 2, 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, ഷോർട്ട് കട്ട് കീസ്. ഓക്കെ, നോക്കാം. Ctrl+A സെലക്ട് ഓൾ, എല്ലാം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ CTR കൺട്രോളും കീബോർഡിൽ കൺട്രോളും എയും ഒപ്പരം പ്രസ് ചെയ്ത് എല്ലാം സെലക്ട് ചെയ്യും. Ctrl+A സെലക്ട് ഓൾ, Ctrl+B ബോൾഡ് ആവാൻ, നമ്മൾ ഏതെങ്കിലും വേർഡ് ബോൾഡ് ആവാൻ ഒന്ന് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് Ctrl+C കോപ്പി, Ctrl+E സെൻറ്റർ. പിന്നെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ Ctrl+O, ക്ലോസ് ചെയ്യണമെങ്കിൽ Ctrl+W, ഹെൽപ്പ് F1, ഫൈൻഡ് Ctrl+F, ബിഗിനിങ് ഓഫ് ദ ലൈൻ, ഒരു ലൈനിന്റെ തുടക്കത്തിൽ പോകണമെങ്കിൽ ഹോം, ഒരു ലൈനിന്റെ താഴെ ഗോ ടു എൻഡ് ഓഫ് ദ ലൈൻ എൻഡ്, ലെഫ്റ്റ് അലൈൻമെന്റ് Ctrl+L, റൈറ്റ് അലൈൻമെന്റ് Ctrl+R, സെന്റർ അലൈൻമെന്റ് Ctrl+E, പേജ് ബ്രേക്ക് Ctrl+R, ന്യൂ ഫയൽ Ctrl+S, സേവ് Ctrl+S, പ്രിന്റ് Ctrl+V, പേസ്റ്റ് Ctrl+V, കട്ട് Ctrl+X, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്ക് F7. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് തന്നെ ബൈ ഹാർട്ടാക്കി തന്നെ പഠിക്കണം കേട്ടോ. Ctrl+A സെലക്ട് ഓൾ, B ബോൾഡ്, C കോപ്പി, E സെൻറ്റർ അലൈൻമെന്റ്, L ലെഫ്റ്റ് അലൈൻമെന്റ്, R റൈറ്റ് അലൈൻമെന്റ്, X കട്ട്, P പ്രിന്റ്, V പേസ്റ്റ്. ഇതൊക്കെ നമ്മൾ Ctrl+V അത് ചേർക്കണേ. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എല്ലാവരും പഠിക്കണം. അടുത്ത ക്ലാസ് വരുമ്പോൾ എല്ലാവരും നമുക്ക് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോൾ 3ാമത്തെ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ.